എല്ലാവരെയും ഒരേപോലെ കാണുക. അതുപോലെ തന്നെ നമ്മളൊക്കെ സർവീസ് ഉണ്ടായിരുന്ന കാലം മുതൽ വളരെ ചെറിയ കാര്യങ്ങൾക്കായാലും വലിയ കാര്യങ്ങൾക്കായാലും നമ്മളെ നേരിട്ട് ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന വളരെ ഊർജ്ജസ്വലനായ ബഹുമാനായ മുഹമ്മദ് ഷിയാസ് അവർക്ക് ഈ ഹാള് ഞങ്ങൾക്ക് വിട്ടു തന്നതിൻ്റെ ആദരസൂചകമായി ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. TJ വിനോദ് അവർ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം എത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. വേദിയിലുള്ള മറ്റു മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കമുള്ള ആളുകൾ എല്ലാവരും നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നതാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. സംസ്ഥാനത്തുള്ള നമ്മുടെ എക്സൈസ് രക്ഷ പറ്റിപ്പോയ ഓഫീസർമാരെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു UDF സംവിധാനത്തിന് കൂട്ടായ്മ രൂപീകരിക്കണം എന്നുള്ള വിവിധ ആവശ്യങ്ങൾ ജില്ലകളിൽ നിന്ന് വന്ന ഒരു ആവശ്യത്തെ തുടർന്ന് അതുമായി ഞങ്ങൾ ആലോചിച്ചാണ് അന്ന് അതൊരു മീറ്റിംഗ് വിളിച്ചു ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്നൊരു തീരുമാനം എടുത്തിരുന്നു. നമ്മുടെ എല്ലാ ജില്ലകളിലും ജില്ലാ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി രജിസ്ട്രേഷൻ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ തീരുമാനപ്പെടുത്തിയിരുന്നു. പക്ഷേ അത് മലപ്പുറം, അതുപോലെ എറണാകുളം, കോട്ടയം അങ്ങനെ 2-3 ജില്ലകളിൽ മാത്രമാണ് അത്തരം കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് നമ്മുടെ എതിർപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ജീവനക്കാർ ഒരു ശക്തമായ രീതിയിൽ എല്ലാ ജില്ലകളിലും ഇത്തരം കമ്മിറ്റി രൂപീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ആരോഗ്യ വെച്ചിട്ട് വിവിധമായ സമയങ്ങൾ വിളിച്ചു ചേർത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ ജീവനക്കാർ ഇതുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഞാനും ശ്രീ മുഹമ്മദും കൂടി ആലോചിച്ച് വീണ്ടും ഇത്തരത്തിലൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. നമ്മൾ ഏകദേശം 100 പേരും ആളുകളിൽ പങ്കെടുക്കുന്നതിൽ അറിയിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഇന്ന് പല ജില്ലകളിലും നമ്മളെ പോഷക സംഘടന KSSPയുടെ മണ്ഡല സമരം നടക്കുന്നൊരു കാലഘട്ടമായതിനാലും പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻസ് ബന്ധപ്പെട്ടിട്ടുള്ള നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് മിക്കവാറും പല ആളുകളും നമ്മുടെ അതിൻ്റെ ഭാരമായി കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഒരാൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇത്ര അധികം ആള് പറയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്ക് എന്തിനാണ് ഈ കൂട്ടായ്മ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കാം. പല ആൾക്കാരും വന്ന സമയത്ത് ചോദിച്ചു, എന്താണ് കൂട്ടായ്മ, ഇതെങ്ങനെ കൂട്ടായ്മ? നമ്മൾ പരസ്പരം ഒന്ന് കാണാനും നമ്മുടെ സ്നേഹം പങ്കുവെക്കാനും നമ്മുടെ ആശയങ്ങൾ പരസ്പരം കൈമാറാനും നമുക്ക് വേണ്ട അവകാശങ്ങൾ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുന്നതും അതോടൊപ്പം നമ്മൾ കോൺഗ്രസിനെയും നമ്മുടെ UDF സംവിധാനം ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനമായി മുന്നോട്ട് പോകണം എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരണം നമ്മൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കന്മാർക്ക് അല്പം തിരക്കുള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്ക് ഉദ്ഘാടന ശേഷം വിശദമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാം. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിൽ സഹകരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ഈ ഒരു പരിപാടിക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. 1-2 ജില്ലകൾ മാത്രമാണ് വരാത്തത്. വയനാട് ജില്ലയിൽ അവിടെ സ്പോർട്സ് നടക്കാവുന്നത് നമ്മുടെ ആളുകൾ പോലെ പെൻഷൻ പറ്റിയ അംഗങ്ങളായതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി കാസർഗോഡ് ചെറിയ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പരിപാടി നമുക്കിവിടെ നല്ല മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ പ്രയാണത്തിന് ബഹുമാനപ്പെട്ട ബാബു സാറും അതുപോലെ തന്നെ പ്രസിഡന്റൊക്കെ തന്നെ അവരുടെ സഹായ തുടർന്നുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യം വിശദമായി ചർച്ച ചെയ്യാനുള്ള അവസരമുള്ളതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ ധന്യമായ ചടങ്ങ് എക്സൈസ് പെൻഷനേഴ്സ് കേരള സ്റ്റേറ്റ് എക്സൈസ് പെൻഷൻ കോൺഗ്രസ് എന്ന ഈ രൂപീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആരാധനീയമായ നമ്മുടെ മുൻ മന്ത്രി MLA ശ്രീ ബാബു സാർ അവരുടെ ആദ്യമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു.